അങ്ങനെ ഇ ഡി അന്വേഷണം പിണറായിയിലേക്ക് എത്തേണ്ടിടത്ത് എത്തി. എത്തി. ഇനി നമ്മൾ ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചില്ലേ, അതാണ് ഇ ഡിയും പറയുകയാണ്, ഇനി നമ്മളങ്ങോട്ട് ഇറങ്ങുകയല്ലേ എന്നുള്ളതാണ്. ഈ വീണ തൈക്കണ്ടിയെ 2 വട്ടം ചോദ്യം ചെയ്തതോടെ ഏകദേശ രൂപം ഇ ഡിക്ക് കിട്ടി. അതായത് വീണ തൈക്കണ്ടിയുടെ ചോദ്യം ചെയ്യൽ മാത്രമല്ല, ഈ എസ് എഫ് ഐ ഒയിൽ നിന്ന് വന്ന 134 രേഖകളും പരിശോധിച്ച് മറ്റ് കാര്യങ്ങളും വിലയിരുത്തി വരുമ്പോൾ ഇതിനകത്ത് യഥാർത്ഥ കക്ഷികൾ വീണ തൈക്കണ്ടി അല്ല. സാക്ഷാൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന നമ്മുടെ പഴയ സെക്രട്ടറി ശിവശങ്കരനുമാണ് എന്നുള്ള തലത്തേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ആ തലത്തിലേക്ക് ഇ ഡിക്ക് വിവരം ലഭിച്ചു കഴിഞ്ഞു. ഇന്നലെ പിണറായിയുടെ വീട്ടിനകത്ത് കയറിയില്ല, വീടിന് മുന്നിൽ, കണ്ണൂരിലെ വീട്ടിൽ, പിണറായിയിലെ വീടിന് പണ്ടിയാലമുക്കിലുള്ള വീടിന് മുമ്പിലും അതുപോലെ വീണ തൈക്കണ്ടിയുടെ പേരിൽ അവിടെ തൊട്ടടുത്ത് തന്നെ പിണറായി വില്ലേജിൽ ഉള്ള 80 സെന്റ് സ്ഥലം, അവിടെയും പോയി ഇന്നലെ ചിത്രങ്ങൾ എടുത്തു. അതിൻ്റെ അതിരുകൾ സന്ദർശിച്ചു, അതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചു. അപ്പോൾ ഞാനിത് ഈ വിഷയം സംബന്ധിച്ച് അത് പാതിരിയാട് വില്ലേജ് ഓഫീസറെ കൂട്ടിയാണ് പിണറായിയുടെ വീട്ടിൽ ചെന്നത്. അപ്പുറത്തേത് വേറെ വില്ലേജ്, പിണറായി വില്ലേജാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വിവരം, ഈ അടുത്തതായിട്ട് പിണറായി വിജയനെയാണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. ചോദ്യം ചെയ്തതിന് ശേഷം ആ മറുപടികൾ എല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം ഇവർ പറയുന്ന ഒന്നും ശരിയല്ലെങ്കിൽ ഇയാളുടെ വസ്തുവകകൾ അറ്റാച്ച് ചെയ്യും. അതിനുവേണ്ടിയാണ് ഇന്നലെ അവിടെ പരിശോധന നടത്തിയിട്ടുള്ളത്. ഇതൊരു പ്രൊസീജിയറാണ്. അതായത് ചോദ്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ആൾ ഇന്ന കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, അതിൻ്റെ വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യമുണ്ടല്ലോ, അതിൽ അടുത്ത പടി എന്ന് പറയുന്നത് ഈ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതാണ്. നേരത്തെ പലരും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ച പല കക്ഷികൾ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമുള്ള കാര്യമല്ല. കാരണം ഇത് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് ഇടുന്നതേ ഉള്ളൂ. ഇതൊരു മുൻകരുതൽ, ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ അവിടെ ചെന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ 2 സ്ഥലത്തും ചെന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രധാന ചർച്ച ഇതല്ല എങ്കിൽ പോലും പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരൊറ്റയാളും തടയാൻ ചെന്നില്ല. ഇനി താരം തടയില്ലല്ലോ. കാര്യം തടഞ്ഞവന്മാരൊക്കെ ഇന്നലെയും ജാമ്യം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, പൂജപ്പുര തന്നെ കിടക്കുന്നു. അതെ, ഇന്നലെ അതല്ല, ഇവിടെ മെയ് 27 മെയ് 27 ഇദ്ദേഹത്തെ ആക്രമിച്ച് അല്ലേ? മെയ് 27 ഇ ഡി സംഘം തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള ആ പിണറായി വിജയന്റെ മകളുടെ വാടക വീട്ടിലെത്തുകയും പിണറായി വിജയൻ ഇറങ്ങി വന്ന് നമ്മൾ ഒന്നിച്ച് പോരാടും, എന്നെ കൊടുക്കാനുള്ള നീക്കമാണെന്ന് അദ്ദേഹവും സംഘപരിവാർ അജണ്ടയാണെന്ന് പറഞ്ഞു, സംഘപരിവാർ വേട്ടയാടുകയാണെന്ന് പറഞ്ഞ മരുമോനും. മരുമോൻ അത് പറഞ്ഞത് മറ്റേ ഈ ഇത് വെച്ചിട്ടാണ്. എന്താണ്, ഇവരുടെ സ്ഥിരം വേട്ടമൃഗങ്ങളാണല്ലോ ഇവരുടെ ഈ ഇരവാദം ഉന്നയിച്ച് പറഞ്ഞതാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അത് പറയാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരവാദം ഉന്നയിച്ചു. ഇവിടെ ഇദ്ദേഹം പറഞ്ഞു നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് പറഞ്ഞു. ഈ 2 പേരും ഇറങ്ങിയെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ പിണറായിയുടെ വീടിന് മുന്നിലെത്തി. ഇനി അടുത്ത ദിവസം പിണറായിയുടെ വീട്ടിൽ കയറും, മകളുടെ പറമ്പിൽ കയറി പിണറായിയുടെ വീടിന്റെ മൊത്തം പടം എടുത്തു, അളന്നു. നേരത്തെ പിണറായിയുടെ വീടിന്റെ മുമ്പിൽ 7 അയലത്ത് ഒരാൾക്ക് ചെല്ലാൻ സാധിക്കത്തില്ല. ആ വീടിന്റെ ഉൾഭാഗം ആരും കണ്ടിട്ടില്ലല്ലോ. ഈ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ആരാ വീട്ടിൽ പോയിട്ട് പോലുമില്ല. അല്ല, അത് തടയുന്നതിന് വേണ്ടി ഒരു ചലിക്കാത്ത പോലീസ് വണ്ടിയിൽ, പഴയ ജാമ്പവാന്റെ കാലത്തെ കണ്ടം ചെയ്ത പോലീസ് വണ്ടിയിൽ 2 പോലീസുകാരെ, 3-4 പോലീസുകാരെ എഞ്ചിനൊന്നും ഇല്ലാത്ത ഒരു വണ്ടി. അത് ഏറ്റവും ക്രൂരമായ മനുഷ്യ പീഡനമാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. ഇവർക്ക് ഡ്യൂട്ടി ഇട്ടിട്ട് അവർക്ക് ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവരെ ഇട്ടു. പിന്നീടാണ് ഈ പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥ അവിടെ ഉണ്ടെന്നും ഇങ്ങനെ കുറച്ച് പോലീസുകാരവിടെ സകല എന്താ പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് അവിടെ ജോലി ചെയ്യുന്നുവെന്നും കണ്ടെത്തി. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയുള്ള ആ വീടിന് മുന്നിൽ ഇന്നലെ ഇ ഡി സംഘം എത്തി. രാവിലെ 10 മണിയോടെ എത്തി. അവർ വിശദമായിട്ട് പരിശോധിച്ചു. ഒരാൾ തടയാനോ ചോദ്യം ചെയ്യാനോ ചെന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ച കൂട്ടത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് CPI പിന്മാറിയതിന് പിന്നാലെ ഇ ഡി അന്വേഷണം നിന്നോ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അതിൽ നിന്നിട്ടില്ല. കാരണം അവർ സാവകാശം ഓരോന്നോരോന്നായിട്ട് അവരെടുത്തോണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, ഇ ഡി അന്വേഷണം ത്വരിതഗതിയിൽ നടക്കും. എന്താണ് ഇപ്പം വീണ തൈക്കണ്ടിയെ ആദ്യം ഒന്ന് ചോദ്യം ചെയ്തിട്ട് പിന്നെ അടുത്ത തിങ്കളാഴ്ച വരാൻ പറഞ്ഞ് നോട്ടീസ് കൊടുത്ത് വിട്ടതാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ഇവരെ അപ്രതീക്ഷിതമായിട്ട് ആ വെള്ളിയാഴ്ച തന്നെ വിളിച്ച് ചോദ്യം ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഇ ഡിക്ക് കൊടുത്ത മൊഴി കൊടുത്തിരുന്നല്ലോ, ആദ്യം ഒന്ന് ചോദ്യം ചെയ്തത്. അതിന് പിന്നാലെയാണ് SFIOയുടെ 134 രേഖകൾ കയ്യിൽ കിട്ടുന്നത്. ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് കാര്യം മനസ്സിലായി. ഇവർ പറഞ്ഞ 2ഉം തമ്മിൽ
അജഗജാന്തരമാണ്. അത് ഗജാന്തരം എന്ന് മാത്രവുമല്ല, പല കാര്യങ്ങളും വീണയ്ക്ക് എന്താണെന്ന് പോലും അറിഞ്ഞൂടാന്നാണ് പറയുന്നത്. ഒരു ഇല്ല. IT കമ്പനിയുടെ MD ക്ക് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് പോലും പറയാൻ അറിഞ്ഞൂടായിരുന്നാണ് പറയുന്നത്. അല്ല, ഒരു ED ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത് ഷീ ഈസ് എ സ്കേപ്പ് ഗോട്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവളൊരു ബലിയാടാണ്, വലിയാടാണ്. അല്ലാതെ അതിനപ്പുറം ഒന്നുമില്ല. ആ കുട്ടിക്ക് യാതൊന്നും അറിഞ്ഞൂടാ. കുട്ടി നിഷ്കളങ്കയാണ്. ഇഷ്കു കുട്ടിക്ക് അറിയില്ല, കാരണം കുട്ടി ഇതൊന്നും കൈകാര്യം ചെയ്തില്ല. പിന്നെ ആരാണ് യഥാർത്ഥ വില്ലൻ എന്ന് ചോദിച്ചപ്പോൾ ചെന്ന് നിൽക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനിലേക്കും പിണറായിയിലേക്ക്. ശിവശങ്കരനാണ് ഇതിനകത്ത് യഥാർത്ഥ കക്ഷി. ഈ എക്സാലോജിക് കമ്പനി നേരത്തെ ഉള്ളതാണ്. ഈ ഒരു കമ്പനി തട്ടിക്കൂട്ടിയത് പോലും ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ളത് ഉപദേശം കൊടുത്തത് ശിവശങ്കരനായിരിക്കും. അല്ല, വ്യക്തമാണ്. അപ്പോൾ ആ എക്സാലോജി കമ്പനിയിലേക്ക് ഈ കൈക്കൂലി പണം വഴിതിരിച്ചു വിടാം എന്ന് കണ്ടെത്തിയതും ഈ ശിവശങ്കരനാണ് എന്ന് ED സംശയിക്കും. അത് ഈ മൊഴിയിൽ നിന്നും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ വീണ കൊടുത്ത മൊഴികളിലെല്ലാം അവർ പറഞ്ഞതിനകത്തെല്ലാം വൈരുദ്ധ്യം വന്നതിനെ തുടർന്ന് ഈ വൈരുദ്ധ്യമായ മൊഴികൾ ഇവർ വിശദമായിട്ട് പരിശോധിച്ചപ്പോഴാണ് ഇതിൻ്റെ വേരുകൾ പിണറായി വിജയനിൽ മാത്രമല്ല മുഹമ്മദ് റിയാസിലേക്കും ഉണ്ട് എന്ന് മനസ്സിലായി. അത് ഉറപ്പാണല്ലോ. അങ്ങനെയാണ് മുഹമ്മദ് റിയാസും EDയുടെ റഡാർ പരിധിയിലുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെ സ്വത്തുക്കളും പരിശോധിച്ചിട്ടുണ്ട്. മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കവും നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമായി, 10 വർഷം കൊണ്ട് തൈക്കണ്ടി ഫാമിലി എങ്ങനെ ഈ കേരളം കൊള്ളയടിച്ചു, എങ്ങനെ ഈ കേരളത്തെ വിറ്റു തിന്നു എന്നതിനെക്കുറിച്ച് ഉടൻ തന്നെ ഒരു ക്ലിയർ പിക്ചർ. മാത്രമല്ല, മുഹമ്മദ് റിയാസും കുറച്ച് നാളായി അദ്ദേഹത്തിന് ED പേടിയാണെന്നാണ് പറയപ്പെടുന്നത്. പുള്ളിയും പിന്നെ ഈ തെക്കണ്ടി കുടുംബത്തോട് ആദ്യം ഈ കാശ് കേൾക്കാൻ പോരുമെന്ന് ആവശ്യപ്പെട്ടു എന്നാണ്. കാരണം അയാളെയും കൂടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമല്ലോ. അതെ, ഇനി എന്തോന്ന് രാഷ്ട്രീയ ഭാവി? ഇനി രാഷ്ട്രീയ ഭാവി ഒന്നുമില്ല. കാരണം എന്താ, പിണറായി വിജയനും MV ഗോവിന്ദനെതിരെ ശക്തമായ പടയൊരുക്കം CPM നടക്കുന്നു. പിണറായി വിജയൻ ഇല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് എന്ത് രാഷ്ട്രീയ ഭാവി? അല്ല, ഈ പിണറായി വിജയനേക്കാളും വലിയ എത്ര നേതാക്കന്മാരെ പാർട്ടി പുഷ്പമാലെടുത്ത് വെളിയിൽ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ രണ്ടുപേരെ അവർക്ക് ഇനി പാർട്ടിക്ക് ആവശ്യമില്ല. MV ഗോവിന്ദനെ ആവശ്യമില്ല, പിണറായി വിജയനെ ആവശ്യമില്ല. ശക്തമായ പടയൊരുക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ED കേസ് കൂടി വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന വരും ദിവസങ്ങളിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതോടുകൂടി ഇവരുടെ ഇതുവരെ ഉണ്ടാക്കി വെച്ചിരുന്ന ഹൈപ്പ് മുഴുവൻ ഇല്ലാതെയാവും. ഉള്ളതും കൂടെ പോവും. പിന്നെ ആ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഇരവാദം ഉന്നയിക്കാൻ സാധിക്കില്ല. കാരണം RSS ആസ്ഥാനവുമായിട്ടാണ് പിണറായി വിജയന് പിടി നാഗ്പൂരിലെ. അവിടെ നിന്നും ഇദ്ദേഹത്തെ കൈവിട്ടു എന്നൊരു സ്തുതി. ഇയാളെ കൊണ്ടുവന്നതിൽ എന്ത് പ്രയോജനം അവർക്ക്? RSSനെ BJPക്ക് ഇയാളെ കൊണ്ടുവന്നതിൽ എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അത് രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ആവശ്യമുള്ള മാത്രമേ കൂടെ നിർത്തുള്ളൂ. വിളിക്കളെ അത്രയേ ഉള്ളൂ. ആവശ്യമില്ലാത്തവൻ വേണ്ട. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളിൽ നിന്നൊക്കെ തലയൂരാൻ BJP സർക്കാർ ഇയാളെ സഹായിച്ചു എന്നുള്ളത് വാസ്തവമാണ്. എല്ലാവർക്കും അറിയാം. അങ്ങോട്ട് സഹായിച്ചു. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന വാസ്തവമാണ്. ആ ഒരു ഗീവ് ആൻഡ് ടേക്ക്, ആ ഒരു റിലേഷൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇനി വേറെ മാർഗങ്ങളൊന്നുമില്ല. കാരണം BJPക്ക് കേരളത്തിൽ ചുവട് പിടിക്കണം. അതിന് പിണറായി വിജയനെ അവർ സഹായിച്ചുകൊണ്ട് അവർക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അതേസമയം പിണറായി വിജയനെ അവരെടുത്ത് അകത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഗുണം ഉണ്ടാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് ഈ ED അന്വേഷണം കൃത്യമായ വഴിക്ക് പോകുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യും. പിണറായി വിജയനെ ചോദ്യം ചെയ്തതിന് ശേഷം മൊഴികൾ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ അറ്റാച്ച്മെന്റ് നടക്കുക. പിണറായി വിജയൻ ഇന്ന് നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങുകയല്ലേ എന്ന് ചോദിച്ചതിന് പകരം പാർട്ടി പ്രവർത്തകർ ഇനി അങ്ങോട്ട് ഇറങ്ങി പോവുകയല്ലേ എന്ന് ചോദിക്കും. അല്ല, ഇനി ആരും ഇറങ്ങിയിട്ടൊരു കാര്യവുമില്ല. ഇതെല്ലാം കൃത്യമായ രേഖകളുള്ളതാണ്. ഈ രേഖകൾ ED ഉണ്ടാക്കുന്നതല്ല. ഈ രേഖകൾ SFIO ഉണ്ടാക്കിയതല്ല. അവരുടെ തന്നെ രേഖകളാണ്. അവർ തന്നെ സ്വയം കൃതാനർത്ഥം അവർ തന്നെ ഉണ്ടാക്കി ഒരിക്കലും പിടിവഴിയില്ല എന്ന് കരുതി ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. ഒന്നാം പിണറായി സർക്കാർ വരുമെന്നും അന്നും വീണ്ടും കൊള്ള തുടരാമെന്നും ഒക്കെ അവർ കരുതിയിരുന്നു. പക്ഷെ എല്ലാം ഒറ്റയടിക്ക് പോയി. BJPക്ക് ആ സത്യം മനസ്സിലായി. ഇവർ നശിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി കേരളത്തിൽ വേറെ ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം BJPക്ക് മനസ്സിലായി. എന്തായാലും ശിവശങ്കരൻ കാണിച്ച അതിബുദ്ധിയാണ്. ആ അതിബുദ്ധിയിലാണ് ഇതെല്ലാം വന്നുയർന്നത്. ആദ്യ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ പിണറായി ശിവശങ്കരനെ ബലി കൊടുത്ത് തലയൂരി. പക്ഷേ ഇവിടെ മകളെ ബലി കൊടുത്ത് തലയൂരാൻ പിണറായി നിൽക്കില്ല. കാരണം മകളോട് അമിത വാത്സല്യമുള്ള പിതാവാണ്. അതുകൊണ്ട് ഈ വയസ്സാം കാലത്ത് പിതാവിന് തന്നെ ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഒന്ന് ആലോചിച്ചു പോകണം. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ആരോപണങ്ങളുടെ മുനയേറ്റു വലയുന്നത്. വലയുകയല്ല, വെറും ആരോപണങ്ങളല്ല, ഇതിനൊക്കെ തെളിവുകളുണ്ട് എന്നാണ് ED പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് വരും ദിവസങ്ങളിൽ പിണറായി വിജയൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് കാത്തിരുന്ന് കാണുക തന്നെയാണ് വേണ്ടത്. ഈ പാർട്ടി ഇന്ന് ഈ നാട്ടിലെ പാർട്ടി നശിക്കാനുള്ള കാരണഭൂതം എന്നുള്ള പുതിയൊരു ഒരു പാട്ടും കൂടെ പഴയ കവിയെ കൊണ്ടുവന്ന് എഴുതിച്ചാൽ ഏറ്റവും ഉചിതമായി.